إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഈ ഉമ്മത്തിൽ ഏറ്റവും അഫ്ദലായ വ്യക്തിയാണ് അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിൻ്റെ അംബിയ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും ഫضലുള്ള ഏറ്റവും നല്ല വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നാകുന്നു. താബിഈങ്ങളിൽപ്പെട്ട മസ്റൂഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ഹുബ്ബു അബീ ബക്കറിൻ വ ഉമർ വമഅരിഫതു ഫضലിഹിമാ മിനസ് സുന്നഹ്. സുന്നത്തിൽപ്പെട്ടതാണ്, അഹ്ലുസുന്നയുടെ മാർഗത്തിൽപ്പെട്ടതാണ് അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമാ അവരെ സ്നേഹിക്കലും വമഅരിഫതു ഫضലിഹിമാ അവരുടെ രണ്ടുപേരുടെയും ഫضൽ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കണം. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അസ്സലഫു കാനൂ യുഅല്ലിമൂന ഔലാദഹും ഹുബ്ബ അബീ ബക്കർ വ ഉമർ കമാ യുഅല്ലിമൂനഹും അസ്സൂറത മിനൽ ഖുർആൻ. നമ്മുടെ മുൻഗാമികൾ, നല്ലവരായ സലഫ്, അവർ അവരുടെ കുട്ടികളെ ഖുർആനിലെ സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ അബൂബക്കറിനോടും ഉമറിനോടുമുള്ള ഹുബ്ബ് പഠിപ്പിച്ചിരുന്നു. അവരെ സ്നേഹിക്കണം, അവരോടുള്ള മഹബ്ബത്ത് പഠിപ്പിച്ചിരുന്നു. കാരണം ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളതുപോലെ ഹുബ്ബുഹും ദീനുൻ, അവരോടുള്ള സ്നേഹം അത് ദീനാകുന്നു, അവരോടുള്ള വെറുപ്പ് അത് കുഫ്റാകുന്നു, നിഫാഖാകുന്നു. സഹോദരങ്ങളെ, അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ യഥാർത്ഥ പേര് അബ്ദുല്ലാഹ് ഇബ്നു ഉസ്മാൻ ഇബ്നു ആമിർ എന്നാകുന്നു. അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ, അബൂബക്കർ എന്നത് കുനിയത്താണ്, അത് യഥാർത്ഥ പേരല്ല. അതുപോലെ അവിടുത്തെ പിതാവ് അബൂ ഖുഹാഫ, അതാണ് കൂടുതൽ അറിയപ്പെട്ടത്, അതും കുനിയത്താണ്, പേരല്ല, വിളിപ്പേരാണ്. യഥാർത്ഥത്തിൽ അവിടുത്തെ പേര് അബ്ദുല്ലാഹ് ഇബ്നു ഉസ്മാൻ ഇബ്നു ആമിർ എന്നാണ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ പിതാക്കന്മാരിൽപ്പെട്ട മുർറത്ത് ഇബ്നു കഅബ് ഇബ്നു ലുഅയ്, ആ പിതാമഹനിൽ എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കറിന്റെയും അവർ രണ്ടുപേരും ആ പിതാമഹനിൽ യോജിക്കുന്നു. ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട മഹാനാണ് അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ പേര് കൂടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിളിച്ച പേരുണ്ട്, നമുക്കെല്ലാവർക്കും അറിയുന്ന സിദ്ദീഖ് എന്ന പേര്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ അബൂബക്കറും ഉമറും ഉസ്മാനും ജബൽ ഉഹദിന്റെ മുകളിൽ കയറി. ആ സമയത്ത് ഉഹദ് ഒന്ന് വിറച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിനോട് പറഞ്ഞു, ഉസ്ബുത് യാ ഉഹദ് ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ.
ഓ ഉഹദേ, അടങ്ങിയിരിക്കൂ, നിന്റെ മുകളിലുള്ളത് ഒരു നബിയും ഒരു സിദ്ദീഖും 2 ഷഹീദുകളും മാത്രമാണ്. അപ്പോൾ ഉഹദ് അടങ്ങി, ആ ചലനം നിർത്തി. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് എന്നു പേര് വിളിച്ചിരിക്കുന്നു. ഏറ്റവും സത്യസന്ധനായ, സിദ്ഖ് വന്നാൽ, ഹക്ക് വന്നാൽ വേഗം സത്യപ്പെടുത്തുന്ന വ്യക്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരുടെ കൂടെ ആദ്യം ചേർത്ത് പറഞ്ഞത് സിദ്ദീഖുകളെയാണ്. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നവർ അവർ അല്ലാഹു നിഅമത്ത് ചൊരിഞ്ഞവരുടെ കൂടെയായിരിക്കും സ്വർഗ്ഗത്തിൽ. ആരാകുന്നു അവർ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. എത്ര നല്ല കൂട്ടുകാരാണവർ! നബിമാരും സിദ്ദീഖുകളും ശുഹദാക്കളും സാലിഹുകളും അവരുടെ കൂടെയായിരിക്കും. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾ. അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നബിമാരുടെ കൂടെ ആദ്യം ചേർത്തി പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. നാം എല്ലാം കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാഉം മിഅ്റാജും കഴിഞ്ഞു വന്നപ്പോൾ മുശ്രിക്കുകൾ അതിനെ പരിഹസിച്ചപ്പോൾ അതാ കേട്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, എങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. ഉസദ്ദിഖൂഹു ബിഖബരി സമാ, സമായിൽ നിന്ന് 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് മുഹമ്മദ് നബിക്ക് ഖബർ വരുന്നുണ്ടെന്ന്, വഹി വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്കെന്തു പ്രയാസമാണത് വിശ്വസിക്കാൻ. അത് അബൂബക്കർ സിദ്ദീഖിന്റെ പൂർണ്ണമായ അഖൽ, ഏറ്റവും സലീമായ ബുദ്ധി നമുക്കതിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ഒരു മലക്കിനെ താഴേക്ക് അയച്ച് മനുഷ്യനായ ഒരു നബിക്ക് വഹി നൽകുമെങ്കിൽ അല്ലാഹുവിന് എന്ത് പ്രയാസം മനുഷ്യനായ ഒരു റസൂലിനെ ഈ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് 7 ആകാശത്തിന് മുകളിലേക്ക് കൊണ്ടുപോകാൻ? റബ്ബിനെന്ത് പ്രയാസം? അവരുടെ ബുദ്ധി സലീമായ ബുദ്ധിയാണ്, നല്ല ബുദ്ധിയാണ്. ആ ബുദ്ധി കൊണ്ട് അള്ളാഹുവിന്റെ വാക്കിനെ അവർ തള്ളിക്കളയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ തള്ളിക്കളയുകയില്ല. മറിച്ചത് പൂർണ്ണമായി സ്വീകരിച്ച് വയസല്ലിമു തസ്ലീമ, പൂർണ്ണമായി അംഗീകരിക്കുന്ന സലീമായ ഖൽബുകളായിരുന്നു നമ്മുടെ മുൻഗാമികളായ സഹാബത്തിന്റെ ഖൽബ്. അവരിൽ സയ്യിദാകുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അബൂബക്കർ സിദ്ദീഖിനെ വിളിച്ചിട്ടുള്ള മറ്റൊരു പേരാണ് അതീഖ്. അതീഖ് എന്ന പേര്. അത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന അബൂ ബക്കറിൻ ദഖല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ അൻത അതീഖുല്ലാഹി മിനൻ നാർ ഫയൗമഇദിൻ സുമ്മിയ അതീഖാ. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് അപ്പോൾ റസൂലുള്ളാഹി അബൂബക്കറിനെ വിളിച്ചു, അൻത അതീഖുല്ലാഹി മിനൻ നാർ, അല്ലാഹു നരകത്തിൽ നിന്ന് ഇഅ്തിഖ് ചെയ്യുന്ന, മോചിപ്പിക്കുന്ന ആളാകുന്നു താങ്കൾ. അന്നു മുതൽ അബൂബക്കറിന് അതീഖ് എന്നും പേര് പറയപ്പെട്ടു. നോക്കൂ, ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന, ഇസ്ലാമിന് ഖുവത്തില്ലാതിരുന്ന കാലത്ത്, മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിരുന്ന കാലത്ത്, ശത്രുക്കൾക്ക് ഖുവത്തുണ്ടായിരുന്ന കാലത്ത് ഉറച്ച കൽബോടെ ഒരു വൻവൃക്ഷത്തെ പോലെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും എന്നിട്ട് അള്ളാഹുവിന്റെ ദീനിനെയും അവന്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കുകയും ചെയ്ത മഹാനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇദാ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, കുൻതു ജാലിസൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ഇദ് അഖ്ബല അബൂബക്കർ ആഖിദൻ ബിതറഫി സൗബിഹി ഹത്താ അബ്ദാ അലാ റുക്ബതിഹി. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അവിടേക്ക് കടന്നു വന്നു, തന്റെ വസ്ത്രത്തിന്റെ ഒരു തലപ്പ് പിടിച്ചുകൊണ്ട്. അവിടുത്തെ കാൽമുട്ടുകൾ കാണുന്നുണ്ട്. ആ നിലക്ക് വസ്ത്രം ഉയർത്തിപ്പിടിച്ച് എന്തോ പ്രയാസപ്പെട്ടു വരികയാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമ്മാ സാഹിബുക്കും ഫഖദ് ഗാമർ, ഇതാ നിങ്ങളുടെ സാഹിബിന് എന്തോ പ്രയാസമുണ്ട്, പ്രയാസത്തോടെയാണല്ലോ വരുന്നത്. ഫസല്ലമ വഖാൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നി കാന ബൈനി വബൈന ബിൽ ഖത്താബ് ഷൈഉൻ, ഞാനും ഉമർ ബിൻ ഖത്താബും തമ്മിൽ ചെറിയൊരു പിണക്കമുണ്ടായി. ഒരു മനുഷ്യരാണല്ലോ, തമ്മിൽ അതുപോലുള്ള പിണക്കങ്ങൾ ഉണ്ടാകും. അബൂബക്കറും ഞാനും ഉമറും തമ്മിൽ ഒരു പിണക്കമുണ്ടായി.
ഫഅസ്റഅതു ഇലൈഹി ثم ندمت. അപ്പോൾ ഞാൻ കുറച്ച് കടുത്ത് ഉമറിനോട് ഒരു വാക്ക് പറഞ്ഞു, പിന്നെ ഞാൻ അതിൽ ഖേദിച്ചു. ഫസഅൽതുഹു അയ്യഗ്ഫിറ ലി ഫഅബാ അലൈഹി. പിന്നെ ഖേദിച്ചപ്പോൾ ഞാൻ ഉമറിനോട് എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞു. പക്ഷേ ഉമർ മാപ്പ് തന്നില്ല, സമ്മതിച്ചില്ല. ഫഅഖ്ബൽതു ഇലൈക്. അപ്പോൾ ഇതാ നബിയെ ഞാൻ താങ്കളുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഗ്ഫിറുല്ലാഹു ലക യാ അബൂബക്കർ. അല്ലാഹു താങ്കൾക്ക് പുറത്തു തരട്ടെ അബൂബക്കർ. സലാസൻ, 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. സുമ്മ ഇന്ന ഉമർ നദിം. പിന്നെ ഉമറിനും ഖേദം തോന്നി, ചെയ്തു പോയതിൽ പ്രയാസം തോന്നി. ഫഅതാ മൻസില അബൂബക്കർ. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കറിന്റെ വീട്ടിലേക്ക് പോയി. ഫസഅല സമ്മ അബൂബക്കർ. അബൂബക്കർ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാലു ലാ, ഇല്ലെന്ന് പറഞ്ഞു. ഫഅതാ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലം. റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വന്നു, സലാം പറഞ്ഞു. ഫജഅല വജ്ഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതമഅർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മാറുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ദേഷ്യം കാണുന്നു. ഹത്താ അശ്ഫഖ അബൂബക്കർ. അബൂബക്കറിന് സങ്കടം തോന്നിയത് കണ്ടപ്പോൾ ഫജസഅ അലാ റുക്ബതൈ. അവിടുന്ന് തന്റെ ഇരു കാൽമുട്ടുകളിൽ മേലിരുന്നു. ഫഖാല യാ റസൂലല്ലാഹ് വല്ലാഹി അന കുൻതു അദ്ലമ മർറതൈൻ. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്റെ അടുത്താണ് തെറ്റുപറ്റിയത്, 2 തവണയും എന്റെ അടുത്താണ് തെറ്റുപറ്റിയത്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തെന്നറിയുമോ? ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും ഫഖുൽതും കദബ്ത വഖാല അബൂബക്കർ സദഖ. അല്ലാഹു ഹഖുമായി അവന്റെ വഹിയുമായി എന്നെ നിങ്ങളിലേക്ക് അയച്ചപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു ഞാൻ കളവാണ് പറയുന്നതെന്ന്. അപ്പോൾ അബൂബക്കർ പറഞ്ഞു സദഖ, ഞാൻ പറയുന്നത് സത്യമാണെന്ന്. വവാസാനി ബിനഫ്സിഹി വമാലിഹി. അവിടുന്ന് അബൂബക്കർ തന്റെ ശരീരം കൊണ്ടും തന്റെ സമ്പത്ത് കൊണ്ടും എന്നെ സഹായിച്ചു. ഫഹൽ അൻതും താരികൂ ലി സാഹിബി. എന്നെയും എന്റെ കൂട്ടുകാരനെയും നിങ്ങൾ വിട്ടേക്കുന്നുണ്ടോ? നോക്കൂ സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഫضل നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രശംസിച്ചത് നോക്കൂ. അവിടുത്തേക്ക് പറ്റിയ ചെറിയ അബദ്ധങ്ങളിൽ പോലും. കാരണം അവിടുന്ന് ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖൈറിന്റെ ബഹറിൽ ഇതൊക്കെ ചെറിയ പൊട്ടുകൾ മാത്രം. ഉലമാക്കൾ പറയാറുണ്ട്, ഖൈർ അധികമായ ആളുകൾ അവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളത്തെ കുറിച്ച് പറഞ്ഞതുപോലെയാണ്. ഇദാ ബലഗൽ മാഉ കുല്ലതൈൻ ലം യഹ്മിൽ ഖബത്. വെള്ളം അത് 2 കുല്ലത്തെത്തിയാൽ പിന്നെ അതിൽ ചെറിയ മാലിന്യങ്ങൾ അത് വഹിക്കുകയില്ലല്ലോ. അതിൽ യാതൊരു അസറും ഉണ്ടാക്കാൻ മാലിന്യത്തിന് കഴിയുകയില്ലല്ലോ. എന്നതുപോലെയാണ് ഒരുപാട് ഖൈറിന്റെ ബഹറുകളായ നമ്മുടെ സഹാബത്ത് റളിയല്ലാഹു അൻഹും. അവരെ കുറിച്ച് ചീത്ത പറയുന്നവർ, അവരെ കുറിച്ച് മോശം പ്രചരിപ്പിക്കുന്നവർ, അവർ ഈമാനിൽ നിന്നും ബഹുദൂരം അകലെയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തുകയുണ്ടായി. പിന്നീട് ഒരിക്കലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇതുപോലെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യവുമില്ലാതെ സൂക്ഷിക്കാൻ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ സൂക്ഷിച്ചിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മുടെ റസൂലിന്റെ സാഹിബാണ്, നമ്മുടെ റസൂലിന്റെ കൂട്ടുകാരനാണ്. അതാ വളരെ മുമ്പ് തന്നെ, അവിടുത്തെ നുബുവത്തിന് മുമ്പ് തന്നെ, നുബുവത്ത് കിട്ടിയതിനു ശേഷവും അവിടുത്തെ ഹിജ്റയിലും അവിടുത്തെ എല്ലാ യുദ്ധങ്ങളിലും അവസാനം അവിടുത്തെ ഖബറിന്റെ അരികിൽ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, നദർതു ഇലാ അഖ്ദാമിൽ മുശ്രികീന അലാ റൂസിനാ വനഹ്നു ഫിൽ ഗാർ. ഞങ്ങൾ അതാ ഗുഹയിലായിരിക്കെ, സൗർ ഗുഹയിലായിരിക്കെ മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്നുകിൽ കൊല്ലണം, അല്ലെങ്കിൽ ഇവിടെ തടഞ്ഞു വെക്കണം, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കണം, എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്യാൻ അവർ ആലോചിച്ച് അവസാനം കൊല്ലണമെന്ന് തീരുമാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ചുകൊണ്ടുവരുന്നവർക്ക് അവർ സമ്മാനം പ്രഖ്യാപിച്ചു. അതാ നബിയും അവിടുത്തെ സാഹിബും റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുകയാണ്. എന്നിട്ട് സൗർ ഗുഹയിൽ അവർ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ തങ്ങളെ അന്വേഷിച്ചു വന്ന മുശ്രിക്കുകളെ കാണുകയാണ്. ഫഖുൽതു, അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലൗ അന്ന അഹദഹും നദറ ഇലാ ഖദമൈഹി അബ്സർനാ തഹ്ത ഖദമൈഹി. അവരിൽ ആരെങ്കിലും ഒന്ന് താഴേക്ക് നോക്കിയാൽ, തന്റെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ അവർ നമ്മെ കാണുമല്ലോ. ഫഖാല യാ അബാ ബക്കർ മാ ളന്നുക ബിത്നൈനി അല്ലാഹു സാലിസുഹുമാ. അബൂബക്കർ,
രണ്ടുപേർ, അവരിൽ മൂന്നാമനായി അള്ളാഹു ഉണ്ട്. അങ്ങനെയുള്ള രണ്ടുപേരെ കുറിച്ച് താങ്കൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? അതെ, അവരുടെ സഹായിയായി അവിടെ അള്ളാഹുവുണ്ട്, അവന്റെ നസറുണ്ട്, അവന്റെ സഹായമുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ ഥാനിയ ഇത്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم إلا تنصروه നിങ്ങൾ ആ റസൂലിനെ സഹായിക്കുന്നില്ലെങ്കിൽ ഫഖദ് നസറഹുല്ലാഹ് അല്ലാഹു അവന്റെ റസൂലിനെ സഹായിച്ചിട്ടുണ്ട്. ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ കാഫിറുകൾ ആ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്താക്കിയപ്പോൾ ഇദ് ഹുമാ ഫിൽ ഥാനിയ ഇത്നൈൻ അവർ രണ്ടുപേർ മാത്രമായിരിക്കെ. ആരാണ് ഈ രണ്ടുപേർ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ള മറ്റൊരാളാരാണ്? അബൂബക്കർ സിദ്ദീഖ്. നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ രണ്ടാമനായിട്ടുള്ള ആൾ എന്ന് അല്ലാഹു മറ്റാരെ വിളിച്ചിട്ടുണ്ട്? അബൂബക്കർ സിദ്ദീഖിനെ അല്ലാതെ റളിയല്ലാഹു അൻഹു. ഇദ് ഹുമാ ഫിൽ ഗാർ അവർ രണ്ടുപേരും ആ ഗുഹയിലായിരിക്കെ യഖൂലു ലിസാഹിബിഹി അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സാഹിബിനോട് പറഞ്ഞു. അത് അല്ലാഹുവിന്റെ അടുത്ത വിശേഷണം. റസൂലുള്ളാഹിന്റെ സാഹിബാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനാണ്. അല്ലാഹു റസൂലിന്റെ സാഹിബ് എന്ന് വിളിച്ചിരിക്കുന്നു. എന്താണ് തന്റെ കൂട്ടുകാരനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ലാ തഹ്സൻ, താങ്കൾ ഭയപ്പെടണ്ട, ദുഃഖിക്കേണ്ട. ഇന്നല്ലാഹ മഅനാ, അല്ലാഹു ഉണ്ട് നമ്മുടെ കൂടെ. അൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. അല്ലാഹു അവന്റെ സകീന അവന്റെ റസൂലിനെ അവതരിപ്പിച്ചു, ഇറക്കിക്കൊടുത്തു, അവിടുത്തെ സഹായിച്ചു. നിങ്ങൾ കാണാത്ത സൈന്യം കൊണ്ട് അഥവാ മലായികത്തിനെ കൊണ്ട് അല്ലാഹു സഹായിച്ചു. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ, കാഫിറുകളുടെ വാക്കിനെ അല്ലാഹു ഏറ്റവും നിന്ദ്യമായ താഴെയുള്ള വാക്കാക്കി മാറ്റി. എന്താണ് കാഫിറുകളുടെ വാക്ക്? അത് ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്, അവനല്ലാത്തവരോട് വിളിച്ച് ദുആ ചെയ്യലാണ്, അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യലാണ്. വകലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അല്ലാഹുവിന്റെ വാക്ക് അത് തന്നെയാകുന്നു ഉന്നതമായ വാക്ക്. എന്താകുന്നു കലിമത്തുല്ലാഹ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവനോടല്ലാതെ ദുആ ഇല്ല, അവനോടല്ലാതെ ഇസ്തിഗാസയില്ല. ഒരു മഖ്ബറയിൽ ചെന്നിട്ടും ചെല്ലാതെയും ഒരു നബിയോടുമില്ല, ഒരു മലക്കോടുമില്ല, ഒരു മലക്കിനോടുമില്ല, ഒരു വലിയനോടുമില്ല. അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യുക എന്ന, അവന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാകുന്നു കലിമത്തുല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രയാണ് സഹായിച്ചിട്ടുള്ളത്? ഈ ദീനിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രയാണ് സഹായിച്ചിട്ടുള്ളത്? ഇതാ നാം ഓരോരുത്തരും അബൂബക്കർ സിദ്ദീഖിനോട് കടപ്പെട്ടിരിക്കുന്നു. ഈ ദീൻ നമ്മിലേക്ക് എത്തിയതിന്, നാം ഒക്കെ ഈ ദീനിന്റെ ആളുകളായി മാറിയതിന് നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ പറയുന്നു, മാ നഫഅനി മാലുൻ മാ നഫഅനി മാലു അബീ ബക്കർ. അബൂബക്കറിന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ ഒരാളുടെ സമ്പത്തും എനിക്ക് ഉപകാരപ്പെട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം സമ്പത്ത് എന്ന പോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ചിരുന്നു. അത്രയും അല്ലാഹുവിന്റെ റസൂലിനെ അവിടുന്ന് സഹായിച്ചു. അവിടുത്തെ ഓരോ സന്ദർഭത്തിലും ഓരോ നിമിഷത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇതുപോലൊരു സഹാബി ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിനെ വിട്ടുപിരിഞ്ഞിട്ടില്ല. ഇദാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ലി അഹദിൻ ഇൻദനാ യദുൻ ഇല്ലാ വഖദ് കാഫൈനാ. റസൂലുള്ളാഹി പറയുകയാണ്, ആര് നമുക്ക് ഈ ദുനിയാവിൽ എന്തെങ്കിലും ഉപകാരം ചെയ്തു തന്നിട്ടുണ്ടോ നാം അതിന് പകരം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നാം പകരം ഉപകാരം ചെയ്തു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ മാ ഖല അബൂബക്കർ, അബൂബക്കർ ഒഴികെ, ഫഇന്ന ലഹു ഇൻദനാ യദൻ യുകാഫിഉഹു അല്ലാഹു ബിഹി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം കൊടുക്കണം അബൂബക്കറിന്. എനിക്ക് പകരം ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. വമാ ലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ വലസൗഫ യർദാ. ആരെക്കുറിച്ചാണ് ആയത്ത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. വസൈജന്നബുഹൽ അത്ഖാ, ആ നരകത്തിൽ നിന്ന് ഏറ്റവും തഖ്വയുള്ള അയാൾ രക്ഷപ്പെടും. ആരാണ് അൽ അത്ഖാ? അബൂബക്കറാണ്. അല്ലദീ യുഅ്തി മാലഹു യതസക്ക,
അവിടുന്ന് തന്റെ സമ്പത്ത് ശുദ്ധിയാകാൻ വേണ്ടി ചെലവഴിക്കുന്നു. വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ, ഒരാളുമില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പകരം ചെയ്തു കൊടുത്തിട്ടല്ലാതെ, അബൂബക്കറിന് ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പകരം കൊടുത്തിട്ടല്ലാതെ ഒരാളുമില്ല. എല്ലാവരുടെയും കയ്യിനേക്കാളും മുകളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിന് മുകളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്താകുന്ന ഉപകാരം, ഏറ്റവും വലിയ ഉപകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലല്ല ഒന്നും. എന്നാൽ സമ്പത്ത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അബൂബക്കറിന് പകരം അതുപോലെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഖുറൈശികളിലെ വലിയ വലിയ നേതാക്കന്മാർ പോലും അബൂബക്കറിന് മറുപടി പറയാൻ, അബൂബക്കർ അവരുടെ കുഫറിനെ ശിർക്കിനെ വിമർശിച്ചപ്പോൾ മറുപടി പറയാൻ അവരുടെ നാവൂങ്ങിയില്ല. എന്താണ് കാരണം? അബൂബക്കർ ചെയ്തു തന്ന പല ഉപകാരങ്ങൾക്കും അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ലെന്ന്. റളിയല്ലാഹു അൻഹു വഅർദാഹ്. അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നതസദ്ദഖ്, നബി ഞങ്ങളോട് ഒരിക്കൽ ഒരു സദഖ കൊടുക്കാൻ കൽപ്പിച്ചു. ആ സമയത്ത് എന്റെ അടുത്ത് കൊടുക്കാൻ നല്ല പൈസയുണ്ടായിരുന്നു. ഫഖുൽതു, അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, അൽയൗമ അസ്ബിഖു അബാ ബക്കറിൻ ഇൻ സബഖ്തുഹു യൗമാ, അതെ, അബൂബക്കറിനെ എനിക്ക് എന്തെങ്കിലും നന്മയിൽ അബൂബക്കറിനേക്കാളും മുന്നിലെത്താൻ എനിക്ക് കഴിയുമെങ്കിൽ ഇന്ന് കഴിയും, ഇന്നേ സാധിക്കൂ. അങ്ങനെ ഫജിഅ്തു ബിനിസ്ഫി മാലി, ഞാൻ എന്റെ സമ്പത്തിലെ പകുതിയും എടുത്തു ചെന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചു, മാ ബഖൈത ലി അഹ്ലിക്, എന്താണ് താങ്കളുടെ കുടുംബത്തിന് ബാക്കി വെച്ചിട്ടുള്ളത്? എന്താണ്? ഖുൽതു മിസ്ല, ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ, ഞാൻ ഈ കൊണ്ടുവന്നതുപോലെ തന്നെ എന്റെ കുടുംബത്തിന് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. വഅതാ അബൂബക്കറിൻ ബികുല്ലി മാ ഇൻദഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്ത് മുഴുവൻ എടുത്തു വരുന്നു. ഫഖാല യാ അബാ ബക്കർ മാ അബ്ഖൈത ലി അഹ്ലിക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂബക്കർ എന്താണ് താങ്കൾ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചത്? ഖാല അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ് ഞാൻ എന്റെ കുടുംബത്തിന് ബാക്കി വെച്ചിട്ടുള്ളത്. ഖുൽതു ലാ അസ്ബിഖുഹു ഇലാ ശൈഇൻ അബദാ, ഉമർ പറഞ്ഞു, ഇല്ല, ഒരിക്കലും എനിക്ക് അബൂബക്കറിനെ മുൻകടക്കാൻ സാധിക്കുകയില്ല. ഇതാകുന്നു ഫضل, ഇതാകുന്നു ഫضل. ഇതിനേക്കാളും മുകളിൽ എന്ത് ഫضലുണ്ട്? ആർക്കുണ്ട് ഫضل? അതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ കുറിച്ച് ഏറ്റവും ഇൽമുണ്ടായിരുന്നത് അബൂബക്കറിനാണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും ഇൽമുള്ള സഹാബിയാരാണ്? അത് മറ്റാരുമല്ല, ഖലീഫത്തു റസൂലില്ലാഹ് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഅർദാഹ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖതബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന അദ്ദുനിയ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദല്ലാഹ്. റസൂലുള്ളാഹ് ഒരിക്കൽ പറഞ്ഞു, എന്താണ്? അള്ളാഹു ഒരടിമക്ക് തെരഞ്ഞെടുക്കാൻ അവസരം കൊടുത്തു. അള്ളാഹുവിങ്കലുള്ളത് വേണോ അതല്ല ദുനിയാവ് വേണോ? ഫഖ്താറ ഇൻദല്ലാഹ്, അപ്പോൾ ആ അടിമ അള്ളാഹുവിങ്കലുള്ളത് തെരഞ്ഞെടുത്തു. ഫബക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അപ്പോൾ അതാ അബൂബക്കർ സിദ്ദീഖ് കരയുന്നു. റസൂലുള്ളാഹി ഇത് പറഞ്ഞു, അബൂബക്കർ അതാ കരയുന്നു. ഫഖുൽതു ഫീ നഫ്സി, അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു, മാ യുബ്കി ഹാദാ ശൈഖ്, എന്തിനാണ് ഇദ്ദേഹം കരയുന്നത്? ഇയകുനില്ലാഹു ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദല്ലാഹ്. ഒരടിമക്ക് അള്ളാഹു തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തു, അവസരം കൊടുത്തു. ദുനിയാവ് വേണോ അവന്റെ അരികിലുള്ളത് വേണോ? അപ്പോൾ ആ അടിമ അള്ളാഹുവിങ്കലുള്ളത് തെരഞ്ഞെടുത്തു. എന്തിനാണ് ഇദ്ദേഹം കരയുന്നത്? ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ അബ്ദ്, എന്തിനാണ് കരഞ്ഞതെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂലായിരുന്നു ആ അബ്ദ്. ആടിമ അള്ളാഹുവിന്റെ റസൂലാണ്. എന്താണ് അവിടുന്ന് തെരഞ്ഞെടുത്തത്? അവിടുന്ന് മൗത്താണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്, മരണമാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. വകാന അബൂബക്കറിൻ അഅലമനാ, ഞങ്ങളിൽ ഏറ്റവും ഇൽമുള്ള ആൾ അബൂബക്കറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന്റെ മഅന, അതിന്റെ മഫ്ഹൂം, അത് ഏറ്റവും നന്നായി മനസ്സിലാക്കിയിരുന്നത് അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി പറഞ്ഞു, യാ അബൂബക്കർ ലാ തബ്കി, അബൂബക്കർ കരയരുത്. ഇന്ന അമന്ന الناس علي في صحبته وماله അബൂബക്കർ, തന്റെ സുഹബത്ത് കൊണ്ടും സമ്പത്ത് കൊണ്ടും എനിക്ക് ഏറ്റവും ഉപകാരം ചെയ്തിട്ടുള്ളത് അബൂബക്കറാണ്. വലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ മിൻ ഉമ്മതി ലത്തഖത്തു അബൂബക്കർ, അല്ലാഹുവിന്റെ ഖലീലാണ് ഞാൻ. എനിക്ക് ഖുല്ല എന്ന ഏറ്റവും ഉന്നതമായ സ്നേഹം അത് മനുഷ്യരുമായി പാടില്ല. അങ്ങനെ ആരുമായെങ്കിലും എനിക്കുണ്ടാകുമായിരുന്നുവെങ്കിൽ അത് അബൂബക്കറുമായിട്ടായേനെ.
ولكن أخوة الإسلام ومودته لا يبقين في المسجد باب إلا سد إلا باب أبي بكر. ഇസ്ലാമിന്റെ മവദ്ദത്തും ഇസ്ലാമിന്റെ ഉഖുവത്തും ഇസ്ലാമിന്റെ സ്നേഹവും സഹോദര്യവുമാണ് നമ്മൾ തമ്മിലുള്ളത്. ഈ മസ്ജിദിലേക്ക് വരാനുള്ള ഒരു വാതിലും അടക്കാതെ വെക്കരുത്, അബൂബക്കറിന്റെ വാതിലൊഴികെ. സഹാബത്തിനെല്ലാവർക്കും അവർക്ക് പുറത്തേക്ക് പലർക്കും സഹാബത്തിൽ പലർക്കും അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒരു വാതിൽ, മസ്ജിദിലേക്ക് ഒരു വാതിലും ഉണ്ടായിരുന്നു. മസ്ജിദിന്റെ അടുത്തായിരുന്നു അവരുടെ വീടുകൾ. അങ്ങനെയുള്ള എല്ലാ വാതിലുകളും അടക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം കൽപ്പിച്ചു. ആരുടെ ബാബ് മാത്രം ബാക്കിയാക്കുക? അബൂബക്കറിന്റെ ബാബ്. എന്താണ് കാരണം? അത് ഖിലാഫത്തിനുള്ള സൂചനയാണ്. കാരണം അടുത്ത ഖലീഫക്ക് മസ്ജിദിലേക്ക് ധാരാളമായി പരാമർശങ്ങൾക്കും കടന്നു വരേണ്ടി വരും. അതുകൊണ്ട് അബൂബക്കറിന്റെ വാതിൽ അടക്കരുത്. അബൂബക്കറിന്റെ ഈ ഫദ്ൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഏറ്റവും നന്നായി മനസ്സിലാക്കിയവരായിരുന്നു. അതാ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന ഉമർ യഖൂൽ, ഉമർ ഇബ്നുൽ ഖത്താബ് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, അബൂബക്കറിൻ സയ്യിദുനാ വഅഅതഖ സയ്യിദനാ യഅനി ബിലാല. അബൂബക്കർ നമ്മുടെ സയ്യിദാണ്, നമ്മുടെ നേതാവാണ്, നമ്മുടെ നേതാവിനെ മോചിപ്പിച്ച ആളാണ്. ആരാണ് മറ്റൊരു നേതാവ്? ബിലാൽ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിനയം നോക്കൂ. അടിമയായിരുന്ന, സാധുവായിരുന്ന, സമ്പത്തോ അതുപോലെ തറവാടോ ഇല്ലാതിരുന്ന ബിലാലിനെ ഉമർ റളിയല്ലാഹു അൻഹു സയ്യിദ് എന്ന് വിളിക്കുകയാണ്. അതെന്താണ്? ഈമാനിന്റെ ഫദ്ലാണത്, തഖ്വയുടെ ഫദ്ലാണത്. നമ്മുടെ സയ്യിദാണ് അബൂബക്കർ, നമ്മുടെ സയ്യിദിനെ മോചിപ്പിച്ച ആളാണ്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, അബൂബക്കറിൻ സയ്യിദുനാ വഖൈറുനാ വഅഹബ്ബുനാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ നമ്മുടെ സയ്യിദാണ്, നമ്മിൽ ഏറ്റവും ഖൈറായ ആളാണ്, നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും മഹബ്ബത്തുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഇത്രയും അടുത്ത ബന്ധമുള്ള മറ്റൊരാളുമില്ല. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ഉഖുവത്തും മവദ്ദത്തും മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സിഹറാണ്. എന്താണ് സിഹർ എന്ന് പറഞ്ഞാൽ? മകളുടെ ഭർത്താവാണ്. തന്റെ മകളായ ആയിഷ റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് വിവാഹം ചെയ്തു കൊടുത്തു. 6 വയസ്സായിരുന്നു നിക്കാഹിന്റെ സമയത്ത് പ്രായം. 9 വയസ്സായിരുന്നു അവിടുന്ന് വീട്ടിലേക്ക് താമസിക്കുമ്പോൾ, കൂടെ താമസിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായം. ഇത് ഇസ്ലാം ദീനിലുള്ളതാണ്, അള്ളാഹു അനുവദിച്ചിട്ടുള്ളതാണ്. ചെറിയ പെൺകുട്ടികളെ അവർക്ക് ഹൈദ് വന്നിട്ടില്ലെങ്കിലും പ്രായപൂർത്തിയായിട്ടില്ലെങ്കിലും അവരുടെ വലിയ, ആ കുട്ടിയുടെ വലിയ, ഈ കുട്ടിക്ക് ഖൈറാണ് എന്ന് തോന്നുന്ന, സാലിഹാണെന്ന് തോന്നുന്ന ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ വലിയ തീരുമാനിച്ചാൽ അതാവാം. ഇത് അള്ളാഹുവിന്റെ നിയമമാണ്, ഇസ്ലാമിന്റെ നിയമമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാക്കി കാണിച്ചു തന്നിട്ടുള്ള നിയമമാണ്. ആർക്ക് രസിച്ചില്ലെങ്കിലും, ആർക്ക് ദഹിച്ചിട്ടില്ലെങ്കിലും, ആർക്ക് അസൂയയുണ്ടെങ്കിലും ശരി, അള്ളാഹുവിന്റെ ദീനിലെ നിയമം ഇതാണ്. നമ്മൾ ഉറക്കെ ഉറക്കെ പറയുന്നു, ഇത് ഇസ്ലാമിലുള്ളതാണ്, ഇസ്ലാമിൽ അനുവദനീയമായ കാര്യമാണ്. ചില ആളുകളാകട്ടെ ഇപ്പോൾ ചില ആളുകളെ തൃപ്തിപ്പെടുത്താൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായം കൂട്ടാൻ നടക്കുകയാണ് ചില ആളുകൾ. ഇവിടുത്തെ വിവാഹപ്രായമായിരുന്നത്രേ. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വിവാഹം നടത്തുമ്പോൾ 18 വയസ്സായിരുന്നു എന്ന് കുഫാറുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയുന്ന ചില ആളുകൾ നമ്മൾ കാണുന്നു. അവരെ കുറിച്ച് ഓർത്ത് സഹതപിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. കാരണം എന്ത് നിന്ദതയാണിത്, എന്ത് ദില്ലത്താണിത്. ഇസ്ലാമിൽ അറിയപ്പെട്ട ഇസ്ലാമിനൊരു നിയമത്തെ കുഫാറുകൾക്ക് വേണ്ടി നിങ്ങളത് മയപ്പെടുത്തുകയോ നിങ്ങളതിൽ വെള്ളം ചേർക്കുകയോ? അള്ളാഹുവിന്റെ ദീനിലെ നിയമമാണിത്, നമ്മളത് അഭിമാനിക്കുന്നു. മറ്റെന്തുണ്ട് നിങ്ങൾക്ക് പകരം തരാൻ? നിങ്ങളുടെ കേടുവന്ന ബുദ്ധിയിലുണ്ടാക്കിയ നിയമങ്ങളോ, നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ള, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളോ ഞങ്ങൾക്ക് വേണ്ടത്? ഞങ്ങൾക്ക് അള്ളാഹു തീരുമാനിച്ച നിയമമുണ്ട്. അബൂബക്കർ സിദ്ദീഖിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മാതൃക അതൊരിക്കലും ഞങ്ങൾ തള്ളിപ്പറയുകയില്ല. അതാണ് ഹക്കായ മാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതുപോലെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തു ഈ ലോകത്ത് തന്നെ. അതാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹ് നൂദിയ മിൻ അബ്വാബിൽ ജന്നah യാ അബ്ദുല്ലാഹ് ഹാദാ ഖൈറുൻ. ആരെങ്കിലും 2 സൗജിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ, ഇവിടെ 2 സൗജ് എന്നാൽ അർത്ഥം 2 ഭാര്യമാരെന്നല്ല, മറിച്ച് 2 ഇണകളായ എന്തെങ്കിലും, ഉദാഹരണത്തിന് 2 കുതിരകളെ അല്ലെങ്കിൽ 2 ഒട്ടകങ്ങളെ, ഇങ്ങനെ 2 ഇണകളായ 2 കാര്യത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും ഉപയോഗിച്ചാൽ, വിനിയോഗിച്ചാൽ, ചെലവഴിച്ചാൽ, നൂദിയ മിൻ അബ്വാബിൽ ജന്നah, സ്വർഗത്തിലെ ഒരു വാതിലിൽ നിന്ന് അവനെ വിളിക്കപ്പെടും. യാ അബ്ദുല്ലാഹ്
ഹാദാ ഖൈർ, അള്ളാഹുവിന്റെ അടിമയായ മനുഷ്യ ഇതാ ഖൈറാകുന്നു, ഇത് സ്വർഗത്തിന്റെ ഒരു വാതിൽ നിന്ന് അവനെ വിളിക്കും. ചില ആളുകൾ ഈ ഹദീസിനെ രണ്ട് ഭാര്യമാരെന്ന് തെറ്റിദ്ധരിച്ചു പറയാറുണ്ട്. അത് ശരിയല്ല. മറിച്ച് ഈ ഹദീസിലെ അർത്ഥം എന്താണ്? രണ്ട് സൗജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് ഇണകളെ, ഉദാഹരണത്തിന് രണ്ട് ഒട്ടകങ്ങളെ അല്ലെങ്കിൽ രണ്ട് കുതിരകളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ചെലവഴിച്ചാൽ എന്നാണ് ഇതിന്റെ അർത്ഥം. ഫമൻ കാന മിൻ അഹ്ലി സ്സലാ, ആരെങ്കിലും സലാത്തിന്റെ നിസ്കാരത്തിന്റെ ആളാണെങ്കിൽ ദുഅയ മിൻ ബാബിസ് സലാ, സലാത്തിന്റെ വാതിലിൽ നിന്ന്, സ്വർഗത്തിൽ സലാത്ത് എന്നൊരു ബാബുണ്ട്, അതിന് 8 വാതിലുകളുണ്ട് സ്വർഗത്തിന്. സലാത്തിന്റെ വാതിലിൽ നിന്ന് അവനെ വിളിക്കും, അതിലൂടെ ഖൈറാൻ. വമൻ കാന മിൻ അഹ്ലിൽ ജിഹാദ് ദുഅയ മിൻ ബാബിൽ ജിഹാദ്, ആരെങ്കിലും ജിഹാദിന്റെ ആളാണെങ്കിൽ അവനെ ജിഹാദിന്റെ വാതിലിൽ നിന്ന് സ്വർഗത്തിലേക്ക് വിളിക്കും. ജിഹാദ് എന്നാൽ ആരെങ്കിലും എന്തെങ്കിലും തോന്നിയതുപോലെ, അവർക്ക് തോന്നിയതുപോലെ പല സംഘങ്ങളും ഉണ്ടാക്കി നടത്തുന്ന കോപ്രായങ്ങളോ തോന്നിവാസങ്ങളോ അല്ല. മറിച്ച് ഇസ്ലാമിലെ ജിഹാദ് എന്നാൽ അതിന് കൃത്യമായ അമീറുണ്ട്, ഭരണാധികാരിയുണ്ട്. ആ ഭരണാധികാരിയുടെ കീഴിൽ മാത്രമാണ് ജിഹാദ് എന്ന് പറയുന്നത്. ജിഹാദിന്റെ വാതിലിലൂടെ ജിഹാദിന്റെ ആൾ വിളിക്കപ്പെടും. വമൻ കാന മിൻ അഹ്ലി സിയാം ദുഅയ മിൻ ബാബിർ റയ്യാൻ, നോമ്പുകാരനെ റയ്യാൻ എന്ന വാതിലിലൂടെ വിളിക്കപ്പെടും. എന്താണ് റയ്യാനിന്റെ അർത്ഥമെന്നറിയുമോ? വെള്ളം അല്ലെങ്കിൽ നല്ല പാനീയം കുടിച്ച് ശരീരമൊന്നാകെ ഉള്ളതൊന്നാകെ നിറയുന്ന അവസ്ഥക്കാണ് റയ്യാൻ എന്ന് പറയുക. അതാ നോമ്പുകാരൻ അള്ളാഹുവിന് വേണ്ടി ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കുന്നു. അവന്റെ ശരീരവും അവന്റെ ആഗ്രഹവും നിറക്കുന്ന വാതിലിൽ നിന്നാണ് അവനെ വിളിക്കുന്നത്, റയ്യാൻ എന്ന വാതിലിലൂടെ. വമൻ കാന മിൻ അഹ്ലി സ്സദഖത്തി ദുഇയ മിൻ ബാബി സ്സദഖ, സദഖയുടെ ആളാണെങ്കിൽ അവനെ സദഖയുടെ ബാബിൽ നിന്ന് വിളിക്കപ്പെടും. ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് മാ അലാ മൻ ദുഇയ മിൻ തിൽകൽ അബ്വാബ് മിൻ ദറൂറ, അതിലേതെങ്കിലും ഒരു വാതിൽ നിന്ന് വിളിക്കപ്പെട്ടാൽ മതി, ആൾക്ക് പിന്നെ വേറെ ആവശ്യമില്ല, കയറുമല്ലോ. എന്നാലും ചോദിക്കട്ടെ, ഫഹൽ യുദഅ അഹദുൻ മിൻ തിൽകൽ അബ്വാബി കുല്ലിഹാ, ആ എല്ലാ വാതിലിൽ നിന്നും ആരെങ്കിലും വിളിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതേ വിളിക്കും. വർജു അൻ തകൂന മിൻഹും, താങ്കൾ അതിൽപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അവിടുത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്താണ്? ഏതെങ്കിലും ഒരു ഖൈറിൽ തളച്ചിടപ്പെട്ട ആളല്ല. നമ്മളിൽ പലരും അങ്ങനെയാണ്. നമ്മളിൽ പലർക്കും എന്തെങ്കിലും ഒരു ഖൈർ ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു ഖൈർ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതൊക്കെ ശരിയാണ്, എന്നാൽ അവൻ അക്കാര്യത്തിൽ പോരാ, അതൊക്കെ നല്ലതാണ്, അതിനൊക്കെ ഉഷാറാണ്, എന്നാൽ ഇതിലവൻ പോരാ എന്നാണ് നമ്മെപ്പറ്റി, എന്നെപ്പറ്റി, നിങ്ങളെപ്പറ്റി ആളുകളുടെ പരാതി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയല്ല. മറിച്ച് എല്ലാ ഖൈറും ഒരുമിച്ച് ചേർക്കപ്പെട്ട സഹാബിയായിരുന്നു. ആരുണ്ട് ഇന്ന് നോമ്പുകാരൻ? ഞാനുണ്ട്. ആരുണ്ട് ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ചത്? ഞാനുണ്ട്. ആരാണ് ഇന്ന് സദഖ കൊടുത്തത്? ഞാനുണ്ട്. ഏത് ഖൈറുണ്ടോ അവിടെ അബൂബക്കർ ഉണ്ട് റളിയല്ലാഹു അൻഹു. അള്ളാഹു കൊടുത്ത പ്രതിഫലം എന്താണ്? അതാ സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അശറത്തുൻ ഫിൽ ജന്ന, 10 പേർ സ്വർഗ്ഗത്തിലാണ്. അബൂബക്കറിൻ ഫിൽ ജന്ന വഉമർ ഫിൽ ജന്ന وعثمان وعلي والزبير وطلحة وعبد الرحمن وأبو عبيدة وسعد بن أبي وقاص. 9 പേരെ സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു എണ്ണി പറഞ്ഞു. അങ്ങനെ 9 പേരെ എണ്ണിയപ്പോൾ 10ാമനെ പറഞ്ഞില്ല. ആളുകൾ ചോദിച്ചപ്പോൾ പറഞ്ഞു 10ാമനാരാണ്? ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സഈദ് ഇബ്നു സയ്യിദ് ആണ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. നമ്മുടെ മുൻഗാമികൾ സലഫുസ് സാലിഹ് ഇവരിങ്ങനെയായിരുന്നു സഹോദരങ്ങളെ. തീരെ തകല്ലുമില്ലാത്ത ആളുകൾ, നാട്യങ്ങളില്ലാത്ത ആളുകൾ, ഏറ്റവും നല്ല ഖൽബിന്റെ ഉടമകൾ, അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഭയപ്പെട്ട ആളുകൾ, അവരുടെ നാടും വീടും സമ്പത്തുമെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ. അള്ളാഹു അക്കൂട്ടത്തിൽ അവരുടെ കൂടെ അവരെ കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവരുടെ കൂടെ അവന്റെ ജന്നാത്തിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിൽമുസ്ലിമീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, إن أهل الدرجات العلى ليراهم من تحتهم كما ترون النجم الطالع في أفق السماء. സ്വർഗ്ഗത്തിൽ ഉയർന്ന ദറജാത്തിലുള്ള ആളുകളെ താഴെയുള്ളവർ നോക്കുന്നത് നിങ്ങൾ ഈ ഭൂമിയിൽ നക്ഷത്രങ്ങൾ നോക്കുന്നത് പോലെയാണ്. അത്രയും ഉയരത്തിലായിരിക്കും അവർ. وإن أبا بكر وعمر منهم وأنعما, അവരിൽപ്പെട്ടവരാണ് അബൂബക്കറും ഉമറും. ഏറ്റവും മുന്തിയ സ്വർഗ്ഗത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. വഅൻഅമ അവരതിന് യോജിച്ചവരുമാണ്. അതാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. വേറെയും സഹാബിമാർ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളതുപോലെ അലി, അനസ് ഇബ്നു മാലിക്, അബൂ ജുഹൈഫ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ്, അബൂ സഈദ് അൽ ഖുദ്രി തുടങ്ങിയ സഹാബിമാരെല്ലാം റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുൻതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് തലഅ അബൂ ബക്കർ വ ഉമർ. ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അബൂബക്കറും ഉമറും ഇങ്ങനെ കുറച്ചകലെ നിന്ന് വരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, ഹാദാനി സയ്യിദാ ഖുഹൂരി അഹ്ലിൽ ജന്നതി വശബാബിഹാ മിനൽ അവ്വലീന വൽ ആഖിരീന ഇല്ലൻ നബിയ്യീന വൽ മുർസലീൻ. അല്ലാഹുവിന്റെ നബിമാരും അവന്റെ മുർസലുകളും കഴിഞ്ഞാൽ സ്വർഗത്തിലെ ശബാബിന്റെയും യുവാക്കളുടെയും അതുപോലെ കുഹൂലിന്റെയും അഥവാ പ്രായം ചെന്നവരുടെയും നേതാക്കന്മാരാകുന്നു ഈ അബൂബക്കറും ഉമറും. സ്വർഗത്തിൽ പ്രായം ചെന്നവരുണ്ടാവുകയില്ല. അവിടെ എല്ലാവർക്കും 33 വയസ്സായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടെ വൃദ്ധന്മാരില്ല. എന്നാൽ ഈ ദുനിയാവിൽ വൃദ്ധന്മാരായി മരിച്ചവരുണ്ടല്ലോ, അവരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. അവരും സ്വർഗത്തിലെത്തിയാൽ യുവാക്കളാകുമെങ്കിലും അവരുടെ നേതാക്കന്മാരാണെന്ന് പറഞ്ഞാൽ സംശയമില്ല. പിന്നെ ശബാബിന്റെ യുവാക്കളുടെ നേതാക്കന്മാർ തന്നെയാകുന്നു ആര്? അബൂബക്കറും ഉമറും. അവർക്ക് ശേഷമുള്ള എല്ലാ സഹാബത്തിനേക്കാളും മുകളിൽ ഇവർക്കാകുന്നു ഫضل. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, യാ അലി ലാ തുഖ്ബിർഹുമാ, ഓ അലി അവർ രണ്ടുപേരോടും ഇത് പറയണ്ട കേട്ടോ. അലി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ്. അതാ ഇവർ രണ്ടുപേർക്കുമുള്ള ശ്രേഷ്ഠത, അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ചുള്ള ശ്രേഷ്ഠത ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലാ അദ്രി മാ ബഖാഇ ഫീകും ഇഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി അബീ ബക്കർ വ ഉമർ. എനിക്കറിയില്ല എത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന്. എനിക്ക് ശേഷം അബൂബക്കറിനെയും ഉമറിനെയും നിങ്ങൾ പിൻപറ്റണം കേട്ടോ. അത് അവരുടെ മാർഗമാണ് ഏറ്റവും സലീമായ മാർഗം, ബിദ്അത്തുകാരുടെ മാർഗമല്ല. ഖുർആനിനെ ഹദീസിനെ സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം മദ്ഹബിനനുസരിച്ച്, സ്വന്തം പാർട്ടിക്കനുസരിച്ച്, സ്വന്തം ദേഹേച്ഛകൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്നവരുടെ മാർഗമല്ല. മറിച്ച് സഹാബത്തിന്റെ മാർഗം, ഈ ഉമ്മത്തിന്റെ സലഫുകളുടെ മാർഗം, അവരുടെ മാർഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. റസൂലുള്ളാഹി അവിടുത്തെ ഖലീഫയായി അബൂബക്കർ സിദ്ദീഖിനെ അവിടുത്തെ പല ഇശാറത്തുകളിലൂടെയും പല സൂചനകളിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അബൂബക്കർ സിദ്ദീഖിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ കൽപ്പിച്ചു. ഒരിക്കൽ അവിടുന്ന് ബനു അമർ ബിൻ ഔഫ്, ഖുബായിലെ ആളുകൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തീർക്കാൻ ചെന്നു. തിരിച്ചു വരുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു സമയമായതുകൊണ്ട് അബൂബക്കറിനോട് സമ്മതം ചോദിച്ചു, ഇമാമത്ത് നിൽക്കുമോ എന്ന്. അബൂബക്കർ ഇമാമത്ത് നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം തുടങ്ങിയപ്പോൾ വന്നു സഫിൽ നിന്നു. ജനങ്ങളൊക്കെ അബൂബക്കർ സിദ്ദീഖിനെ കൈമുട്ടി ആ വിവരം അറിയിച്ചു. അതിനുശേഷമാണ് സുബ്ഹാനല്ലാഹ് ചൊല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നിലേക്ക് നടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടരാൻ ആംഗ്യം കാണിച്ചു. അവിടുന്ന് അല്ലാഹുവിനെ ആ നമസ്കാരത്തിൽ സ്തുതിച്ചു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നിലേക്ക് വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് നിന്നു. എന്തിനാണ് അല്ലാഹുവിനെ സ്തുതിച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് ഇമാമത്തിന് യോഗ്യനാണ് എന്നത് അവിടുന്ന് അറിയിച്ചു. എന്നാൽ അവിടുത്തെ വിനയം കൊണ്ട് അവിടുന്ന് പിന്നിലേക്ക് വരികയും ചെയ്തു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മറദിന്റെ സമയത്ത്, രോഗമായ സമയത്ത്, അവിടുത്തെ വഫാത്തെടുത്ത സമയത്തും മുസ്ലിമീങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ അവിടുന്ന് കൽപ്പിച്ചു, അബൂബക്കറിനോട് കൽപ്പിച്ചു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇദ്ഈലി അബാബക്കറിൻ അബാക്കി വഅഖാക്കി ഹത്താ അക്തുബ കിതാബാ ഫഇന്നി അഖാഫു അൻ യതമന്ന മുതമന്നിൻ വയഖൂല ഖായിലുൻ അന ഔലാ വയഅബ അല്ലാഹു വൽ മുഅ്മിനൂന ഇല്ലാ അബൂബക്കർ. എനിക്കൊരു കിതാബ് എടുക്കൂ, ഞാൻ എഴുതട്ടെ അഥവാ എഴുതാൻ കൽപ്പിക്കട്ടെ അബൂബക്കർ ആണെന്ന്. ഞാൻ ഭയക്കുന്നു എനിക്ക് ശേഷം ആരെങ്കിലും വല്ല ആഗ്രഹവും വെച്ചു വരുമെന്ന്, ഞാനാണ് കൂടുതൽ യോഗ്യത ഉള്ളവനെന്ന് പറയുമെന്ന് ഞാൻ പേടിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയില്ല. റസൂലുള്ളാഹി പറഞ്ഞു, വയഅബല്ലാഹു വൽ മുഅ്മിനൂന ഇല്ലാ അബൂബക്കർ. ഇല്ല, അല്ലാഹു വിസമ്മതിക്കുന്നതാണ്, മുഅ്മിനുകൾ വിസമ്മതിക്കുന്നതാണ്
അബൂബക്കർ അല്ലാതെ ആ സ്ഥാനത്ത് വരികയില്ല. ഏതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? ഖിലാഫത്താകുന്നു. കാരണം മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹിന്റെ വസിയ്യത്തില്ലാതെ തന്നെ അവർ അബൂബക്കറിന്റെ ഇമാമത്തിന് അവരുടെ ഖൽബ് ഒന്നായി അവർ യോജിച്ചു. അത് അവിടുത്തെ ഫദ്ലിന് തെളിവാണ്. അതുപോലെ അടുത്ത ഖലീഫ അബൂബക്കർ ആണെന്നതിനുള്ള സൂചനയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു സ്ത്രീ വന്നു. അവസാന കാലത്താണ്. എന്നിട്ട് റസൂലുള്ളാഹി അവരെ പറഞ്ഞയച്ചു, മറ്റൊരു കാര്യത്തിന് പറഞ്ഞയച്ചു. അപ്പൊ അവിടുന്ന് അവർ ചോദിച്ചു, വലം അജിദ്, ഞാൻ തിരിച്ചു വരുമ്പോ പിന്നെ വന്നാൽ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലോ? അവരുദ്ദേശിച്ചത് മൗത്താണ്, റസൂലുള്ളാഹിന്റെ വഫാത്താണ്. പക്ഷെ അദബ് കൊണ്ടത് പറയാതിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലം തജിദീനി ഫഅതി അബൂബക്കർ, എന്നെ കണ്ടില്ലെങ്കിൽ നീ അബൂബക്കറിനെ കണ്ടാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാ ഉമറിന്റെ കൂടെ അവിടത്തേക്കുള്ള ഫദ്ൽ അതൊരുപാടുണ്ട്. ഒരുപാട് ഫദ്ൽ നിറഞ്ഞിട്ടുള്ള സഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു ഖുത്ബ പോരാ, ഒരു സംസാരം പോരാ, ഒരുപാട് പറയേണ്ടതുണ്ട്. ഒരുപാട് നമുക്ക് വായിക്കേണ്ടതുണ്ട് നമ്മുടെ സലഫിനെ കുറിച്ച്, അവരുടെ നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ചരിത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ലവരുടെ ചരിത്രം, അതുപോലെ മോശപ്പെട്ടവരുടെ ചരിത്രവും. എന്തിനാണത്? ഫഅതബിറു യാ ഉലിൽ അബ്സാർ, ബുദ്ധിയുള്ളവരെ നിങ്ങൾ പാഠം ഉൾക്കൊള്ളൂ, നിങ്ങൾ മാതൃകയാക്കൂ. സഹോദര, നിന്റെ മാതൃക ഇവിടെയുള്ള വൃത്തികെട്ട ആളുകളല്ല, ഇവിടെയുള്ള സിനിമാ താരങ്ങളോ അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളോ, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വാസമില്ലാത്ത ഇത്തരം കുഫാറുകളോ ഫുസ്സാഖുകളോ അല്ല നമുക്ക് മാതൃകയാകേണ്ടത്, നാം സ്നേഹിക്കേണ്ടത്. മറിച്ച് നാം സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സഹാബത്തിനെയാണ്. അവരിൽ മുമ്പന്മാരായ അബൂബക്കറിനെയും ഉമറിനെയുമാണ്. നീ നിന്റെ ദീനിൽ നീ നോക്കേണ്ടത് മുകളിലേക്കാണ്, നിന്റെ ദുനിയാവിലാകട്ടെ നീ നോക്കേണ്ടത് നിന്റെ താഴെയുള്ളവരിലേക്കാണ്. എങ്കിലേ അള്ളാഹുവിന് ശുക്ർ കാണിക്കാനും നിന്റെ ദീനിൽ മുന്നേറാനും സഹോദര നിനക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹു നമുക്കതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മുസ്ലിമീങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ദുആ എപ്പോഴും അള്ളാഹുവിനോട് നാം സ്വയം ചെയ്യലാണ് അഫ്ദൽ. ദുആ ചെയ്യാൻ ആവശ്യപ്പെടാതിരിക്കലാണ് അഫ്ദൽ. ദുആ ചെയ്യാൻ ആവശ്യപ്പെടൽ അനുവദനീയമാണ്, ജായിസാണ്. പക്ഷെ അങ്ങനെ പറയാതിരിക്കലാണ് അഫ്ദൽ, ശ്രേഷ്ഠതയുള്ളത്. അള്ളാഹുവിനോട് സ്വയം ദുആ ചെയ്യൽ. മുസ്ലിമീങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലും നാം വേദനിക്കുന്നു. നമ്മളെല്ലാവരും ഒരു ശരീരം പോലെയാണ്. ഒന്നിന് വേദനിച്ചാൽ ബാക്കിയുള്ളവ പനി കൊണ്ടും അതുപോലെ ഉറക്കമിളച്ചുകൊണ്ടും പ്രയാസപ്പെടും. അള്ളാഹു എല്ലാ പ്രയാസമനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്കും അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ, അവരുടെ രോഗങ്ങൾ ശിഫ നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر لنا وارحمنا اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا وصلى الله وسلم على نبينا محمد.